സൂര്യ നായകനാകുന്ന വിശ്വനാഥൻ സൺസിലെ ദ വൺ റോൾ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. GV പ്രകാശാണ് മ്യൂസിക്. കേട്ടോക്കാം വാ. സിത്താര എന്റർടൈൻമെന്റ്സ്, ശ്രീകര, GV പ്രകാശ്. എന്തായിരുന്നു സൂര്യ? സൂര്യ, ദ വൺ സൂര്യ. പോരാ ഗൈസ്, പോരാ. നവീൻ ജോണിയാണ് എഡിറ്റർ, നിമിഷ് രവിയാണ് DOP. ഒട്ടും പോരാ, ഇതൊന്നും ഒരു ഓണസ്റ്റ് ആയിട്ട് ഗൈസ്, ഒട്ടും പോരാ. ഇതുപോലെ കേട്ടതില് ലിറിക്സും പോരാ, ഒന്ന് ക്യാച്ചിയോ അല്ല, ഒന്നും മാസിയോ അല്ല, ഈവൻ ഒന്ന് ക്ലാസ്സിയോ അല്ല. ലിറിക്സ് എന്തോ പോലെ എന്തോ. പിന്നെ പാടുന്ന സിംഗറും ആ ഒരു ഒരു ഉഷാറായിട്ട് പാടുന്ന പോലെ തോന്നുന്നില്ല. ഇതെനിക്ക് ഈ നമ്മള് ചില സമയങ്ങളിലൊക്കെ ഈ ട്രോള് പാട്ട് കേൾക്കൂലേ, തമിഴ് ഗാന ലീക്കുകള് പാട്ട്, ഓന്നാന്റെ പത്തന്നെ ഉച്ചമ്പത്തന്നെ അങ്ങനത്തെ കുറെ പാട്ടുകൾ, അതുപോലെ ആ പാട്ട് പാടുന്ന രീതിയും ആ ലിറിക്സ് ഒക്കെ അതുപോലെ ഇരിക്കുന്നു. ആൻഡ് ഇതുവരെ ഇത് ഓൺ റൂൾ എന്നാണ് പറയുന്നത് ആ പാട്ടിന്റെ പേര്. റൂൾ ചെയ്യാൻ പോലുള്ള ഒരു ലിറിക്സ് പോലും ഇല്ല, ആ ഒരു സീന് പോലും ഇതിലില്ല. ഇനി എന്തിനാണ് ആ പാട്ടിന് ഇങ്ങനെ പേരിട്ടിരിക്കുന്നത് പറഞ്ഞൂടെ. നോക്കാം വാ. ദ വൺ സൂര്യ, ദ വൺ സൂര്യ ആണ്. ഇതിനുള്ള ഒരു സാധനം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. सिंगर गाना गा रहा हूँ. എന്ത് വിറ്റ് പാട്ടാണിത്. എന്തും ചെയ്ത് വെച്ചിരിക്കുന്നേ. ഇല്ലേ ഇത് കുറെ വിട്ടാലോ, ഇതാ ഒന്നത് മാത്രമേ ഉള്ളൂ. സത്യമായിട്ട് അഴുക്കപ്പാട്ട്. എന്തോന്ന് പാട്ട് ഇത്, അഴുക്കപ്പാട്ട്. ഇത് ഒരു ലിറിക്സ് ഒരു ഉഷാറില്ല, ഒരു മ്യൂസിക് ഒരു ഉഷാറില്ല, വീഡിയോ ഒരു ഉഷാറില്ല. ദ വൺ എന്ന് മാത്രം ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലാതെ വേറെ ഒന്നും ഇതിൽ കാണിക്കുന്നുമില്ല. എന്തോന്ന് കാണിച്ചു വെച്ചിരിക്കുന്നേ. അട്ടക്ക മാനൻ മുടുക്ക തീന മുന്നാന കണക്ക മനത്ത വൺ, ദ വൺ. ஏ உனக்க தான மினக்க மீன நீன வந்து காண புனதவன். ഇതെന്തോ ട്രോൾ പാട്ടാ. സൂര്യ ദേഷ്യം വേണ്ടുമ്പോൾ ഗാന പാട്ട് പോലെ എത്തിയിട്ടുണ്ടാ. പാടുകൊണ്ട് ഗാനാക്കാൻ അതുകൊണ്ടാണ് ആ വോയിസ് അതുപോലെ ചെയ്യുന്നത്. ഉണ്ടായി പറഞ്ഞു ഇവിടെ 30 രൂപയാണ്. വെങ്കേറ്റ് ലൂയി, ലക്കി ഭാസ്കർ, വാത്തിയൊക്കെ. വിശ്വനാഥൻ സൺസ് ഓഗസ്റ്റ് 14 റിലീസ് ചെയ്യുന്നത്. സൂര്യ, മമിത ബൈജു ഒക്കെയാണ് പ്രധാന വേഷത്തിൽ. വെങ്കേറ്റ് ലൂറിയാണ് ഡയറക്ടർ, GV പ്രകാശ് മ്യൂസിക്. ദ വൺ റോൾ ലിറിക് വീഡിയോ ആണ് ഇത്. പൊട്ടപ്പാട്ട്, മ്യൂസിക് വേസ്റ്റ്, ലിറിക്സ് വേസ്റ്റ്, ലിറിക് വീഡിയോ വേസ്റ്റ്. സൂര്യ ഇടയ്ക്ക് മാത്രം ഇങ്ങനെ കാണിച്ചപ്പോ അതും കൂടെ ഇല്ലെങ്കിൽ അതും വേസ്റ്റ് ആയിരുന്നു. ദ വൺ സൂര്യ എന്നാണ് ഈ പാട്ടില്. ദ വൺ ദ വൺ ദ വൺ ദ വൺ ദ വൺ ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കണേ, മുമ്പ് ഇതുപോലെ ഇവർ ട്രോൾ ഈ ഒരു ട്രോൾ ഉണ്ട്. ഇത് ഞാൻ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിട്ട് പറയുന്നൊന്നുമല്ല, ഓണസ്റ്റ് ഒപ്പീനിയൻ ആണ് പറയുന്നത്, നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ പാട്ടിലും ദളപതി വിജയ്, തളപതി 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 എന്നിടാ ഇവർക്ക് നാണക്കേടില്ലേ?
ഇവരെന്തിനാണ് വേറെ പാട്ടൊന്നും ഇവർക്ക് കിട്ടുന്നില്ലേ? അത് ആ ഒരു ട്രോള്, ആ ഒരു സംസാരങ്ങൾ ഒരുപാട്, പ്രത്യേകിച്ച് സൂര്യ ഫാൻസ് ഇട്ട ഒരു സാധനമായിരുന്നു. ഇപ്പൊ അവസാനം ടൈറ്റിൽ കാർഡ് ഒണ്ണാക്കി ഇവര്. റെട്രോ സിനിമയില് കാർത്തി സുബ്ബരാജ് കൊടുത്ത പേരിൽ ആ ഒരു ഇത് ഒണ്ണാക്കിയിട്ട് ഇപ്പൊ എല്ലാ പടത്തിലും ഒൺ സൂര്യ എന്നാണ് കാണിക്കുന്നത്. പടത്തിന്റെ ടൈറ്റിൽ കാർഡ് വരുമ്പോ ഒൺ സൂര്യാണ്. പാട്ടുകളിലും ഒൺ വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആർക്കും പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആർക്കും അതൊരു ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു. അതായത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. നമുക്ക് വന്ന അത് സത്യം, മറ്റുള്ളവർക്ക് വന്ന അത് ദുരന്തം എന്നുള്ളതാണ്. അപ്പൊ ആർക്കാണ് ദുരന്തം, ആർക്കാണ് സത്യം എന്നുള്ളത് കാണുന്ന എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഇത് ഒരു ഹെഡ് ക്യാമ്പയിൻ ഒന്നുമില്ല. ഞാനൊരു വിജയ് ഫാനാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് പാട്ടാണ് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പാട്ട് കേട്ടിട്ട് അതിന്റെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഇനിയും ഇതുപോലുള്ള മൂവി റിയാക്ഷൻസ്, സോങ് റിയാക്ഷൻസ്, ട്രെയിലർ റിയാക്ഷൻസ് പോലുള്ള പരിപാടികളായിട്ട് വരാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേക്ക്. അപ്പൊ ലൈക്ക് ചെയ്തേക്ക്, കമന്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ഹൈപ്പ് ചെയ്തേക്ക്, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പാട്ട് പൊട്ട പാട്ട്.